കഥ സഖി പാർട്ട് 1. ദേവ, സമയമേറുന്നു. ആരെയും ഇനി കാക്കേണ്ട കാര്യമില്ലെങ്കിൽ ബോഡി എടുത്താലോ? വണ്ടിയുടെ സ്റ്റാരിങ്ങിലേക്ക് മുഖം അമർത്തി കിടക്കുന്ന ദേവൻ്റെ ചുമലിലേക്ക് കൈവച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു. ദേവൻ വേഗം മുഖമുയർത്തി കണ്ണുകൾ ചുവന്ന് വീർത്തിരിക്കുന്നു. മുഖം ഒന്നമർത്തി തുടച്ചുകൊണ്ട് അലസമായി കിടക്കുന്ന മുടിയേഴുകൾ അവൻ ഒതുക്കി വെച്ചു. നന്ദ, നീ കണ്ടോ അവളെ? ആകാംക്ഷയുടെ തിരക്കുന്ന ദേവൻ്റെ ജിപ്സിയിലേക്ക് ഒരു താങ്ങി നിന്ന വണ്ണം ചാരിങ്ങൊണ്ട് നന്ദൻ മറുപടി പറഞ്ഞത്. നമുക്കേ കാണാൻ പറ്റൂ. അവൾ ആരെയും കാണുന്നില്ല ദേവ. വേറെ ഏതോ ലോകത്താണ്. നീണ്ട നെടുവീർപ്പോടെ നന്ദൻ പറഞ്ഞു നിർത്തി. ദേവൻ നന്ദനെ ചുമലിലേക്ക് ചേർത്ത് പിടിച്ചു. വാ, വൈകണ്ട. ഇനി മാഷച്ചന് ഇനി വരാൻ ആരുമില്ലല്ലോ. ദേവനും നന്ദനും മുന്നോട്ട് നടന്നു. ആളുകൾ പല സ്ഥലങ്ങളിലായി കൂട്ടം ചേർന്ന് നിൽപ്പുണ്ട്. അടക്കി പിടിച്ച സംസാരങ്ങൾ. ചില മൃതദേഹങ്ങൾ തൊഴുതും മടങ്ങിപ്പോകുന്നുണ്ട്. ഉമ്മറത്ത് മൃതദേഹത്തിൻ്റെ അരികിൽ തൻ്റെ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്ന ഗായത്രി ദേവൻ ഒന്ന് നോക്കി. നന്ദൻ പറഞ്ഞത് ശരിയാണ്. അവളിവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല എന്ന ഭാവത്തിലാണ്. വേറെ ഏതോ ലോകത്ത്. ഗായു, ചിലമ്പിയ സ്വരത്തോടെ വിളിക്കുന്ന അവനെ കേട്ട് എന്നവണ്ണം അവൾ മുഖമുയർത്തി നോക്കി. പ്രതികരണമൊന്നുമില്ലാതെ പിന്നെയും മടിയിലേക്ക് ചാഞ്ഞു. ആരും ഇനി വരാൻ ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി വൈകണ്ടല്ലേ? അതിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. സന്ദേഹത്തോടെ അവൻ അമ്മയെ ഒന്ന് നോക്കി. അമ്മ കണ്ണുകൾ കൊണ്ട് അമ്മ നോക്കിക്കോളാം അവളെ എന്നേറ്റു. നന്ദ, ജോൺ എവിടെ? എഴുന്നേറ്റും കൊണ്ട് ദേവൻ ചോദിച്ചു. മറുപടിയായി അവൻ്റെ കണ്ണുകൾ നീണ്ടിടത്തേക്ക് ദേവൻ്റെ നോട്ടമെത്തി. കൂട്ടത്തിൽ കാരണവർ എന്ന് തോന്നിക്കുന്ന പ്രായം ചെന്ന കുറച്ച് ആൾക്കാരോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് അവൻ. ദേവനാരായണൻ, നന്ദഗോപൻ, ജോൺ കളത്തിങ്ങൽ, ഗായത്രി നമ്പൂതിരി, ഒന്നിനു പകരം വെക്കാനില്ലാത്ത സൗഹൃദമാണ് അവരുടേത്. ആ സൗഹൃദത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ നാൾക്കുനാൾ ലഹരി കൂടുന്ന ഒരു അപൂർവ സൗഹൃദം. അവരുടെ സന്ധികൾക്ക് കൂടൊരുക്കുന്ന ആ സൗഹൃദത്തിൻ്റെ നെടുന്തൂൺ ആണ് ഗായത്രിയുടെ അച്ഛൻ ബാലചന്ദ്രൻ. കുഞ്ഞിലെ അമ്മയെ നഷ്ടപ്പെട്ട ഗായത്രിയുടെ എല്ലാമായിരുന്നു അച്ഛൻ. ആ അച്ഛനാണ് അവളെ ഈ ലോകത്തിൽ ഒറ്റയ്ക്കാക്കി യാത്ര ആവുന്നത്. ഗായത്രിക്ക് അദ്ദേഹം അച്ഛൻ ആയിരുന്നു എങ്കിൽ ബാക്കി 3 പേർക്കും അദ്ദേഹം മാഷച്ചനാണ്. ആരെ കർമ്മം ചെയ്യുന്നേ? പൂജാരി എല്ലാവരുടെയും എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ജോൺ വേഗം ദേവനെ നോക്കി കണ്ണ് കാണിച്ചു. മുന്നോട്ട് ചെല്ലൂ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ബ്രാഹ്മണനല്ലേ? ഉപനയനം കഴിഞ്ഞു പുണൂലിട്ട നമ്പൂതിരി തന്നെ വേണം. മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയ ദേവനെ നോക്കിക്കൊണ്ട് തന്നെ ആണ് ഒരു കാരണവർ അത് പറഞ്ഞത്. അവൻ്റെ കണ്ണുകളിൽ എരിയുന്ന അഗ്നി കണ്ട് നന്ദൻ വേഗം അവനെ കൈ പിടിച്ചു നിർത്തി. ദേഷ്യം വന്നാൽ ദേവൻ അസുരനായി മാറും എന്ന് കൂട്ടുകാർക്കറിയാം. അതിന് അങ്ങനെ ഇപ്പോൾ ആരാ ഇവിടെ? മാഷച്ചന് ഗായു ഒരൊറ്റ മകളല്ലേ? ജോൺ വേഗം മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. ഞാനുണ്ട് ഇവിടെ. സ്വന്തം അനന്തിലുള്ളപ്പോൾ വലിഞ്ഞു കയറി വരുന്നവരും കാര്യമന്വേഷിക്കണ്ട. അത് പറഞ്ഞ് മുന്നോട്ട് വരുന്നവനെ ജോൺ പുച്ഛത്തോടെ നോക്കി. നന്ദനും അവനെ കണ്ടു പിറുപിറുത്തു. ജോൺ വേഗം മുന്നോട്ട് വന്ന് നന്ദൻ്റെ അരികിൽ നിൽക്കുന്ന ദേവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ദേവ, ഡോണ്ട് ക്രിയേറ്റ് എ സീൻ. ബി കൂൾ. ഗായുവിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ആര് വേണമെങ്കിലും ചിതയ്ക്ക് തീ കൊളുത്തട്ടെ. ഇറ്റ് ഡസിഡൻറ്റ് എ മാറ്റർ, ലീവ് ഇറ്റ്. ജോൺ പറയുന്നത് ശരിവെക്കുന്ന മട്ടിൽ നന്ദനും തലകുലുക്കിയെങ്കിലും അവൻ അറിയുന്നുണ്ടായിരുന്നു അടുത്ത് നിൽക്കുന്നവൻ്റെ മുഷ്ടി അമരുന്നതും രക്തയോട്ടത്തിൻ്റെ വേഗം വർദ്ധിച്ചതും. ജീവിച്ചിരുന്ന കാലത്ത് ആരെയും വെറുക്കാത്ത ആ സാധു മനുഷ്യന് വെറുപ്പുള്ള ഒരേ ഒരാൾ സ്വന്തം അനന്തരവനായിരുന്നു. ആ ദ്രോഹിയുടെ കൈകൊണ്ട് തർപ്പണം ഏറ്റുവാങ്ങാനാണ് മാഷച്ചന് യോഗം. വിധിയുടെ കളികൾ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഓരോ ചടങ്ങുകൾ. ഒന്നിനും ഒരു കുറവും വരാതെ നോക്കാൻ ജോൺ മുന്നിൽ തന്നെ നിന്നു. മൃതദേഹം ദഹിപ്പിക്കാൻ എടുക്കുമ്പോൾ ആർത്തലച്ചു ഗായു കരയുമെന്ന് കരുതിയില്ല. ഒന്നും ഉണ്ടായില്ല. മാഷച്ചനോട് തല്ലുകൂടിയിരിക്കുന്ന ഗായു എങ്ങനെയാണോ അതേപോലെ തന്നെ പരിഭവത്തോടെ ചുണ്ടുകൾ ചുളുക്കിയിരിക്കുകയാണ്. ആ പരിഭവം തീർക്കാൻ ഇനി മാഷച്ചനില്ല എന്ന് അവൾ അറിയുന്നില്ലേ? ഏറ്റവും വേണ്ടപ്പെട്ടവരെ അകറ്റി നിർത്തി അറിയുകയും കേൾക്കുകയും ചെയ്യാത്ത ആൾക്കാരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചടങ്ങുകളുടെ മാഷച്ചൻ യാത്രയാവുകയാണ്. കണ്ണിൽ വെള്ളം നിറച്ചും കൊണ്ട് 3 പേരും അത് നോക്കി നിന്നു. ചടങ്ങുകൾ കഴിഞ്ഞു ഓരോരുത്തരായി പോയി തുടങ്ങി. പതുക്കെ പതുക്കെ ആ വീട് പഴയ പോലെ ആവുകയാണ്. ഗായുവിൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പണ്ട് പണി കഴിപ്പിച്ച വീടാണത്. വലിയ ഉമ്മറവും വരാന്തയും ഉള്ള ഓടിട്ടൊരു വലിയ വീട്. ഒരുപാട് സ്ഥലമുള്ള മുറ്റം. മുഴുവൻ നിറയെ പൂക്കളും ചെടികളുമാണ്. അവിടെ മുഴുവൻ വല്ലാത്തൊരു സൈലൻസ് ആണെന്ന് ദേവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആളും ബഹളവും ഇല്ലാത്ത മുറ്റത്തും ബോഗൻവില്ലക്കരികിൽ പണിത ഊഞ്ഞാലിൽ മെല്ലെ ആടിക്കൊണ്ട് കയ്യിലേറെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ഏതോ പുസ്തകവുമായിരിക്കുന്ന മാഷച്ചൻ മാത്രം
ദേവൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞാ, അമ്മയുടെ വിളിയാണ് ബോധത്തിലേക്ക് ഉണർത്തിയത്. വേഗം ഉമ്മറത്തേക്ക് കയറി ചെന്നു. കുഞ്ഞാ, ഗായു വല്ലാതെ തകർന്നു പോയിരിക്കുന്നു. ഈ നേരം വരെ ഒന്നും കരഞ്ഞിട്ട് കൂടിയില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അമ്മയുടെ മുഖത്തെ അവന് മനസ്സിലായി. അവൻ അത് പ്രതീക്ഷിച്ചതും ആണ്. ദേവൻ വേഗം അമ്മയ്ക്കൊപ്പം അകത്തേക്ക് നടന്നു. കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുകയാണ് ഗായു. കയ്യിലൊരു കണ്ണടയുണ്ട്. അത് മാഷച്ചൻ്റെതാണ്. ഗായു, അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ വിളിച്ചു. മുഖമുയർത്തി ഒന്ന് നോക്കിയതുപോലുമില്ല. ഗായു, മതി, എണീക്ക്, ഗൗരവത്തോടെയാണ് അവൻ വിളിച്ചത്. ഇപ്പോൾ സമയം എത്രയായി? ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവൻ തിരിച്ചു ചോദിച്ചു. ശബ്ദത്തിൽ ആവശ്യമില്ലാത്തൊരു ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. സമയം 8 നന്ദനാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ പിന്നെന്താ പോവാത്തെ? 8 മണിയായ വീട്ടിൽ പോകണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? പൊക്കോളൂ. നന്ദ, ജോ എവിടെ? തികച്ചും സാധാരണ പോലെയായിരുന്നു അവളുടെ സംസാരം. ഗായു മോളെ, നന്ദൻ മുന്നോട്ട് വന്നു. നന്ദ, സ്റ്റോപ്പ് ഇറ്റ്, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, വല്ലാതെ ഉറക്കം വരുക പറഞ്ഞുകൊണ്ട് ഗായു മറുവശം തിരിഞ്ഞു കിടന്നു. നാട്ടുകാരെല്ലാം പോയി, ഇനിയിപ്പോൾ കൂട്ടുകാരും കൂടെ പോയാൽ ഞങ്ങൾക്ക് വാതിൽ അടക്കാറുന്നു, ഒരു വല്ലാത്ത ഭാവത്തോടെ പറയുന്ന അനന്തൻ്റെ വാതിൽക്കൽ കണ്ടതും ദേവൻ അരിശത്തോടെ എഴുന്നേറ്റു. അപ്പോഴേക്കും ജോൺ വന്ന് അനന്തനെ വിളിച്ചുകൊണ്ട് പോയി. ഡാ നാറി, മരിച്ച വീട്ടിൽ വന്ന് ചെറ്റത്തരം പറയാൻ നിൽക്കല്ലേ. നീ വെറുതെ ദേവൻ്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവൻ ആ ദേഹം മുഴുവൻ ഇരുട്ടിക്കയറ്റി വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ട് നിനക്ക് ഇതൊക്കെ പറയാൻ എവിടുന്ന് ധൈര്യം വരുന്നു? അപ്പോൾ ശരി ചേട്ടാ, ഓക്കെ, പറഞ്ഞ പോലെ. അനന്തൻ്റെ തോളിൽ കൈയിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജോണിനോട് നന്ദൻ കണ്ണുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവനും തിരിച്ചു കണ്ണു ചിമ്മി. ഗായു, ആർദ്രമായി വിളിച്ചും കൊണ്ട് ജോ റൂമിൻ്റെ അകത്തേക്ക് കയറി. യാതൊരു പ്രതികരണവും അവളിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഗായു, നല്ല ക്ഷീണം കാണും, നീ നന്നായി ഒന്ന് ഉറങ്ങൂ. ഞങ്ങൾ എല്ലാം ഇവിടെയുണ്ട് കേട്ടോ, തനിച്ചല്ലോ, തനിച്ചാക്കില്ല. ജോ പതിയെ എണീറ്റു ബെഡ്ഷീറ്റ് എടുത്തു അവളെ പുതപ്പിച്ചു. ദേവനും നന്ദനും നിറഞ്ഞ കണ്ണോടെ അത് നോക്കി നിന്നു. മോനെ, ഗായു ഒന്നും കഴിച്ചില്ല, അമ്മ ആദിയോട് പറഞ്ഞു. സാരമില്ലമ്മേ, അവളൊന്ന് ഉറങ്ങട്ടെ. അമ്മയെ അവൾക്ക് കൂട്ടായി നിർത്തിക്കൊണ്ട് 3 പേരും പുറത്തേക്ക് നടന്നു. ദേവ, അമ്മക്ക് ബുദ്ധിമുട്ടാവോ? വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ആവോ? നന്ദൻ സംശയത്തോടെ ചോദിച്ചു. പ്രശ്നം തന്നെയാണ്, അച്ഛനെ അറിഞ്ഞൂടെ, അമ്മയില്ലാതെ സമ്മതിക്കില്ല, ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ, ദേവൻ ആലോചനയോടെ പറഞ്ഞു. ഇന്നത്തെ കാര്യമല്ലല്ലോ ദേവ, ഇനി അങ്ങോട്ട് ഗായുവിനെ തനിച്ചാക്കാൻ പറ്റുമോ? എന്താപ്പോൾ ഒരു സൊല്യൂഷൻ? ജോ പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്കിരുന്നു. എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകടാ, വേറെ എവിടത്തേക്കാൾ സൗകര്യമുണ്ടല്ലോ, അമ്മയ്ക്കും ഗായുവിനെ വലിയ ഇഷ്ടമാണ്, ദേവൻ ആവേശത്തോടെ പറഞ്ഞു. ആലോചിച്ച് നോക്കിയപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് തോന്നി. നന്ദൻ്റെ വീട്ടിൽ ഏട്ടനും ഏട്ടത്തിയും അടക്കം 7 പേരുണ്ട്. ജോണിന് പോലും അവൻ്റെ വീട്ടിൽ വിലയില്ല, പിന്നെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? ചിന്തകളിൽ നിന്നും ഉണർന്നത് ദേവൻ്റെ ഫോണിൻ്റെ റിംഗ് ടൂൺ കേട്ടുകൊണ്ടാണ്. അച്ഛനാണ്. ഹലോ ദേവ, പ്രൗഢഗംഭീരമായ ശബ്ദം കഴിഞ്ഞു. ആ അച്ഛാ, പറയേ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ? അമ്മയ്ക്കും മോനും അവിടെ നിന്നും പോരാറായില്ലേ? വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു ശബ്ദത്തിന്. ഇവിടെ വേറെ ആരുമില്ല, ശബ്ദം താഴ്ത്തിയാണ് ദേവൻ പറഞ്ഞത്. ഒന്നിരുത്തി മൂളിയും കൊണ്ട് അച്ഛൻ തുടർന്നു. നാളെ നേരത്തെ എത്തിക്കോണം, നിന്റെ സ്വഭാവം അറിയുന്നോണ്ടാ പറയാ. നാളെ ഇങ്ങോട്ട് വരുന്നത് അമ്മയും മോനും മാത്രമാവണം. ചെമ്പകശ്ശേരി തറവാട് അഗതിമന്ദിരമല്ല, മറക്കണ്ട. പറഞ്ഞു തീർന്നതും കാൾ കട്ടായി. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേവൻ ഫോൺ പോക്കറ്റിലേക്കിട്ടു. തുടരും കഥയുടെ അടുത്ത ഭാഗം.